15-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നികുതി വിഹിതമാണ്. കേന്ദ്രവിഹിതം കൈമാറ്റത്തിൽ ഒരു വർഷം 50,000 കോടി വരെ വെട്ടിക്കുറവുണ്ടായിട്ടും പിടിച്ചു നിൽക്കാനായത് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേന്ദ്ര നയത്തിനെതിരായി കേരളത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേർന്നത് CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന MN സ്മാരക മന്ദിരത്തിലാണ്. യോഗത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടി നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാർച്ച് 17-ാം തീയതി രാവിലെ 11 മണി മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്കും മറ്റ് ജില്ലകളിൽ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലും ജനങ്ങളുടെ വലിയ തോതിലുള്ള മാർച്ചും ധർണയും ഈ കേന്ദ്ര നയത്തിനെതിരായി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ കൂടി വരികയാണ്. മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ യുവതലമുറയെ വല്ലാതെ തകർത്ത് കളയുന്നുണ്ട്. ഈ അപകടകരമായ നീക്കത്തെ തടയാൻ ജനങ്ങളിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഇപ്പൊ ലഹരി ഉപയോഗത്തിനെതിരായി, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായി കേരള വ്യാപകമായി വമ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു മുഖ്യമായ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി കടലും വനവും ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മണൽ ഖനനം എന്ന പേരിൽ കടലിലെ എണ്ണമറ്റ ധാതുക്കളും വനമേഖലയിൽ കാണുന്ന ധാതുക്കളും കരിങ്കൽ ഉൾപ്പെടെയുള്ള മറ്റ് വസ്തുക്കളും ഖനനം ചെയ്തെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ഭദ്രതയെ തകർക്കും, നമ്മുടെ നാടിൻ്റെ സ്വൈരജീവിതത്തെ തകർക്കും. കടലോര മേഖലയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലെ കടൽ മേഖലയിൽ വൻതോതിൽ ഖനനം ചെയ്യുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ സംയുക്തമായി എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ച് കടലിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ നിലയിൽ അണിനിരന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൊല്ലത്ത് കടലിൽ മത്സ്യബോട്ടുകൾ വൻതോതിൽ ഇറക്കി, മത്സ്യബോട്ടുകളും വള്ളങ്ങളും വൻതോതിൽ ഇറക്കി വലയം സൃഷ്ടിച്ചിട്ടുള്ള സമരം ഈ സമീപ ദിവസങ്ങളിൽ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. കടലിന്റെയും വനത്തിന്റെയും സംരക്ഷണം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ കീഴടങ്ങുന്ന നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ ഖനനം നാടിന്റെ സാമൂഹ്യ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുകയാണ്. ചെറിയ തരം മത്സ്യങ്ങൾ, നെത്തോലി, മത്തി, ചാള, അയില ഇങ്ങനെയുള്ള ചെറിയ തരം മത്സ്യങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശം, ഒരു മേഖലയാണ്. അവിടെ ഖനനത്തിലേക്ക് പോകുമ്പോൾ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരുകയാണ്.
ഈ നില കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളെ, മത്സ്യ വിതരണ സംസ്കരണ മേഖലയിലുള്ള തൊഴിലാളികളെയും സാരമായി ബാധിക്കുന്നതാണ്. ഈ പ്രശ്നം കേരള നിയമസഭയിൽ ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ഖനനത്തിനെതിരായി യോജിച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-മായി സഹകരിച്ച് കടലിന്റെയും വനത്തിന്റെയും സംരക്ഷണത്തെ മുൻനിർത്തി ഒന്നിച്ചുള്ള സമരം ചെയ്യാൻ സന്നദ്ധമാണ്. ഈ കാര്യത്തിൽ UDF-മായി ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തി യോജിച്ച ഒരു സമരനിര ഈ പ്രശ്നത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. UDF സഹകരിക്കാൻ തയ്യാറാകാതെ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും താല്പര്യത്തെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രമായ സമര നടപടികൾ സ്വീകരിച്ചു മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട് നേരിടുന്ന നാനാതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ബദൽ എന്നുള്ള നിലയിൽ നിലപാടുകളെടുത്ത് പ്രാവർത്തികമാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഇന്ത്യയിൽ തന്നെ കേരളമാണ് ഒരു പുതിയ ബദൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നത്. ഈ ബദൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേരളത്തിൽ UDF-ഉം BJP-യും കൈകോർക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളിടയിൽ നല്ല നിലയിൽ തുറന്നു കാണിച്ച് ജനങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അണിനിരത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു. ജനങ്ങളോടുള്ള ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനം താഴെ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലുള്ള സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി യോജിച്ച പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടത്തിയ യോഗത്തിൽ ചർച്ച നടത്തി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യോജിപ്പിന്റെ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ജനങ്ങൾ നല്ല നിലയിൽ ഈ നിലപാടിനെ പിന്തുണയ്ക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2023, 22, 23 2023, 24 കേരളത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്. അതിന് നേരത്തെ തന്നെ ശ്രമം നടങ്ങിയിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടി അത് ഗവൺമെന്റിന്റെ ഭരണപരമായ നടപടിയുടെ ഭാഗമാണ്. അത് ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയാണ്. യെസ്, ഇനി എന്തുണ്ട്? ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ പൊതു നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയാണല്ലോ നിങ്ങളിൽ പലരും അങ്ങനെ ഒരു ചിത്രമാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അക്കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടുന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചല്ലേ അവിടുന്ന് പിരിഞ്ഞത്.
അവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ, വ്യത്യസ്ത പാർട്ടികൾ, ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, ആ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കും. അഭിപ്രായങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി ഏകീകരിച്ച ധാരണയിലെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. ജനങ്ങളോടാണ് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതെ 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 നേരത്തെ തീരുമാനിച്ചൊരു വിഷയമാണ് അത് യഥാർത്ഥത്തിൽ മുന്നണി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഭരണപരമായ കാര്യങ്ങളാണ് അത്. ആ നിലയിൽ മുമ്പോട്ട് പോകുന്ന സമയം എടുക്കുന്നത്. ആ നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ കുടിവെള്ളത്തെയും കൃഷിയെയും അത് ബാധിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് എന്ന് ഞാൻ പറഞ്ഞിട്ട്. എന്തെന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഞാനിപ്പോ തീരുമാനിച്ചില്ല. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭിന്നതയില്ല. അവിടെ അങ്ങനെ ഇല്ലല്ലേ? ഇവിടെ അങ്ങനെ ഒരു എതിർപ്പ് അവിടെ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. എനിക്കറിയാതെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്ത് ഏകീകരിച്ച ധാരണയിലേക്ക് പോയിട്ടുണ്ട്. അതില്ല അതിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കിഫ്ബി വൻകിട പദ്ധതികൾക്ക് വൻതോതിൽ തുക ചെലവഴിക്കുന്നുണ്ട്, ചെറുകിട പദ്ധതികൾക്കും ചെലവാക്കുന്നുണ്ട്. അപ്പൊ വൻകിട പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുവഴി വരുമാനം സമാഹരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക. അത് കിഫ്ബിയുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുത്ത് ഇന്നതുപോലെയാണോ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ഗവൺമെന്റ് അതിന്റെ എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുത്തതിന് ശേഷമേ ആ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. വരുമാനം ആർജിക്കുന്നതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ട്. കിഫ്ബി സംരക്ഷിക്കണം. കിഫ്ബി സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ആവശ്യമാണ്. ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ നയപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാവർത്തികമാക്കുന്ന രൂപം മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാവർത്തികമാക്കേണ്ടത് പിന്നെ ഭരണപരമായ നടപടിയാണ്, പ്രായോഗിക പ്രവർത്തനങ്ങളാണ്. അത് ഗവൺമെന്റ് ആകെ അതിനാവശ്യമില്ല. ബന്ധപ്പെട്ട വകുപ്പാണ് അതിന്റെ മറ്റു നടപടികളെല്ലാം സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത്. ഏത് വകുപ്പായാലും എല്ലാ വകുപ്പുകളുടെയും സ്വതന്ത്രമായ പ്രവർത്തനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതു നയപരമായ കാര്യങ്ങൾ മുന്നണി ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും ഇതിനെ കാണേണ്ടതില്ല. അറിയില്ല. അതൊന്നും ഞങ്ങളെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല. ഭൂമി തരമാറ്റല് അതിന്റെ മറ്റ് അനുബന്ധ നടപടികളൊന്നും ഞങ്ങളെ പരിഗണനയിൽ വരുന്നതില്ല. അത് ഭരണപരമായ നടപടിയാണ്. അത് ഗവൺമെന്റാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. എവിടെ ബഡ്ജറ്റാണ്? രാഷ്ട്രീയ പ്രതിസന്ധി മുന്നണിയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയല്ലേ മുന്നണിയുടെ കൺവീനറായി ഞാൻ പറയുന്നില്ല. കൺവീനർക്ക് ഉണ്ടെങ്കിൽ പറയാലോ. അങ്ങനെ ഒരു മുന്നണിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. ഞാനത് മനസ്സിൽ പോലും ആലോചിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാതിരുന്നു. മുന്നണി വളരെ സുഖമായി മുമ്പോട്ട് പോവുക, അത് കൂടുതൽ ശക്തമായി. അത് മാത്രമല്ല, ഞങ്ങളിത് ചർച്ച ചെയ്തൊരു വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണിയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ വിജയം കൈവരിക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ സംഘടനാപരമായ കാര്യങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഒരാശങ്കയോ ഒരു പ്രതിസന്ധിയോ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമില്ല.
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം തവണയും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിലൊരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. അത് മറിച്ചെന്തെങ്കിലും സംഭവിക്കും എന്നാണ് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് വെറും പ്രചരണമായിട്ട് കണക്കാക്കിയാൽ മതി. അതിൽ ആരും വീണു പോകേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ശരി, നമ്മൾ അവസാനിപ്പിക്കാം. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അതെങ്ങനെ മുൻകൂട്ടി നമ്മൾ ഇന്നയാളാണ് മുഖ്യമന്ത്രി ആവാന്ന് പറയാറില്ലല്ലോ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, CPM-നും ഇല്ല. അതുകൊണ്ട് അക്കാര്യങ്ങളിലെല്ലാം ഉചിതമായ തീരുമാനം എടുക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ്. അങ്ങനെ പോകും. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 6, 7, 8, 9 തീയതികളിൽ കൊല്ലത്താണ് ചേരുന്നത്. നിങ്ങളെല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് സമ്മേളനത്തിൽ. നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും വരും. എന്താണ്? അപ്പൊ ശരി, ശരിയല്ലേ? ഓക്കെ.